കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി തകർന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കട്ടിയേറിയ ആയുധം കൊണ്ടുള്ള അടിയിലാണ് പരിക്കേറ്റത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇന്ന് രാവിലെ 24 പ്രതികരിച്ച ഷഹബാസിന്റെ അമ്മാവൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ചെവിക്ക് പുറകിൽ എല്ലിന് പൊട്ടലുണ്ടെന്നായിരുന്നു പറഞ്ഞത്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ വരുന്നത്? അതിക്രൂരമായ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഓരോന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്നു അല്ലേ? താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ സംഘർഷത്തിനിടെ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ഷഹബാസിന്റെ തലയോട്ടി തകർന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷഹബാസിന്റെ നാട്ടിലേക്ക് താമരശ്ശേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ പ്രതി ചേർക്കപ്പെട്ട 5 വിദ്യാർത്ഥികളെ നിലവിൽ ഇന്ന് പോലീസ് വിളിച്ചു വരുത്തി. റിമാൻഡിലാണ് അവരുള്ളത്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നു. അഭിജിത്ത്, അതിക്രൂരമായ മർദ്ദനത്തിന്റെ തെളിവുകളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് അല്ലേ? തീർച്ചയായും ഗോകുൽ, അക്കാര്യത്തിൽ സംശയമില്ല. അല്പസമയം മുൻപാണ് ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇതാ ഇപ്പോൾ പ്രാഥമികമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതായത് ഷഹബാസിന്റെ തലയോട്ടി തകർന്നു. ഈ ആക്രമണത്തിൽ ഷഹബാസിന്റെ വലതു ചെവിക്ക് മുകൾ വശത്തായി തലയോട്ടി തകർന്നു. അതും ഈ ശക്തമായ ചില ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഇത്തരമൊരു പരിക്ക് പറ്റിയതെന്നുള്ളൊരു കണ്ടെത്തൽ കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. നമ്മൾക്കറിയാം, ഇന്നലെ തന്നെ നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണോ ഈ മർദ്ദനം എന്ന കാര്യത്തിൽ പോലീസ് പ്രാഥമികമായ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശക്തിയേറിയ ഒരു ആയുധം ഈ വിദ്യാർത്ഥികൾ ഈ ഷഹബാസിനെ മർദ്ദിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നു. ഈ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ക്രൂരമായ രീതിയിൽ മാരകമായ പരിക്കു പറ്റുന്നത്. അതും തലയോട്ടി തകർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, എത്ര ഭയാനകമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നത് എന്നുള്ളത്. 5 or 10 വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ ആ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഒരാളെ വളഞ്ഞിട്ടടിക്കുകയാണ്. അതായത് ഷഹബാസിന് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇന്നലെ ഉണ്ടായിരുന്നു. ഈ ആക്രമണം നടക്കുമ്പോൾ ഇവരുടെ കൈവശം ആയുധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. നേരത്തെ തന്നെ നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറഞ്ഞതാണ്. ഏതായാലും അങ്ങനെയുള്ള ഒരു ആക്രമണത്തിലാണ് ഷഹബാസിന് വളരെ മാരകമായ പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. വലിയ പരിക്ക് തലക്ക് പറ്റിയിട്ടുണ്ട്. തലയോട്ടി തകരുന്ന രീതിയിലേക്കുള്ള ഒരു ആക്രമണം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. 70%-ലേറെ തലച്ചോറിന് പരിക്ക് പറ്റിയാണ് ഷഹബാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പരിക്ക്, ഇത്ര വലിയൊരു പരിക്കാണ് ഷഹബാസിന് പറ്റിയത് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളാണ് ഷഹബാസിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയെന്നുള്ള കാര്യം കൂട്ടുകാരൊന്നും തന്നെ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ വേണ്ടത്ര ഒരു പരിഗണന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് വീട്ടുകാർ മനസ്സിലാക്കാത്തതിനാൽ ആശുപത്രിയിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് രാത്രിയായപ്പോൾ ഷഹബാസിന് ചെറിയ തലകറക്കം വരുന്നു, ഛർദി വരുന്നു. അങ്ങനെയാണ് വീണ്ടും കൂട്ടുകാരെ വിളിച്ച് വീട്ടുകാർ കാര്യം ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ച് നടന്ന വലിയ ആക്രമണത്തിന്റെ കഥ, വലിയ സംഘർഷത്തിന്റെ കഥയൊക്കെ വീട്ടുകാരോട് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. അങ്ങനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഷഹബാസിനെ കൊണ്ടുപോകുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എത്തിയപ്പോഴാണ് വലിയ പരിക്ക്, മാരകമായ പരിക്ക് ഷഹബാസിന് ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് കണ്ടെത്തുന്നത്. അങ്ങനെ കുട്ടിയെ ഉടൻ തന്നെ ചികിത്സയ്ക്ക് വിധേയനാക്കുന്നു. കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി 12:30 ഷഹബാസിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അല്പസമയം മുൻപ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ, പുറത്തുവരുന്ന കാര്യങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഗോകുൽ. മാരകമായ ഒരു പരിക്ക് ഷഹബാസിന് തലയ്ക്ക് പറ്റിയിട്ടുണ്ട്. തലയോട്ടി തകരുന്ന രീതിയിലേക്ക് ആ ഒരു മർദ്ദനം നീങ്ങിയിട്ടുണ്ട് എങ്കിൽ ആലോചിക്കുക, അവിടെ നടന്നത് എത്ര വലിയ സംഘർഷമാണ്. ഈ വിദ്യാർത്ഥികളുടെ കൈവശം 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, അവരുടെ കൈവശമാണ് ഇത്തരത്തിലുള്ള ആയുധം. ഈ ആയുധം ഉപയോഗിച്ച് ഇവർ മറ്റൊരാളെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത്രയും ക്രൂരമായ ഒരു ആക്രമണം അവിടെ ഷഹബാസിന് നേരെ നടന്നു എന്നുള്ളതാണ് ഈ വിവരങ്ങളിലൂടെയൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഗോകുൽ, തീർച്ചയായും അഭിജിത്ത്, ആ ഓഡിയോ സന്ദേശങ്ങൾ, പുറത്തു വന്ന കൊലവിളി ചാറ്റ്, അതിനുശേഷമുള്ള ന്യായീകരണം, ഇതിലൊക്കെ വ്യക്തമാണ് എത്ര ക്രൂരമായിട്ടാണ്, എത്ര കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനമാണ് നടത്തിയത്. എന്നിട്ടും അതിന് ന്യായീകരണം, കണ്ണുപോയി എന്നൊക്കെ ഇത്ര കൂളായി പറയാൻ കഴിയുന്ന തരത്തിൽ മനക്കെട്ടിയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, മനസ്സ് മരവിച്ചു പോയവരാണ് ഈ മർദ്ദിച്ചതെന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഈ പ്രതികളെ വീണ്ടും വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്, റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് അത് സംബന്ധിച്ച നിയമ നടപടികളുടെ വിശദാംശങ്ങൾ?
ഗൂഗിൾ ഇത് സാധാരണ ഒരു കോടതി നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം ഇവർ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. 15 വയസ്സ് മാത്രമാണ് ഇവർക്ക് പ്രായം. അതിനാൽ തന്നെ ഇന്നലെ ആദ്യഘട്ടത്തിൽ 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇവരെ ആദ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുന്നു. തുടർന്ന് രക്ഷിതാക്കൾക്കൊപ്പം വിടുന്നു. ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞ് ഇവർക്ക് നോട്ടീസ് നൽകുകയാണ്. അതിനെ തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി 11 മണിയോടുകൂടി ഇവർ വെള്ളിമാട് കുന്നുള്ള ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായിരുന്നു. ഇവരുടെ വാദം പരിഗണിച്ച ശേഷം നിലവിൽ ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവിടെയുള്ള വെള്ളിമാട് കുന്നുള്ള ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് ഇവരെ രക്ഷിതാക്കൾക്കൊപ്പം തിരിച്ചയക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നിവർക്ക് നേരെ കൊലപാതക ശ്രമമാണ് നേരത്തെ ചുമത്തിയതെങ്കിൽ ഷഹബാസിന്റെ മരണം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ 5 വിദ്യാർത്ഥികൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കുറച്ചുകൂടി ഗൗരവമായി ഇതിന്റെ നടപടിക്രമങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിലവിൽ അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇവരുടെ വാദം പരിഗണിച്ച ശേഷം അവരെ വെള്ളിമാട് കുന്നുള്ള ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവർക്ക് പരീക്ഷ ഉൾപ്പെടെ എഴുതാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. കാരണം ആ കോടതിക്ക് മുൻപിൽ എത്തിയ സമയത്ത് പരീക്ഷയുണ്ട്, 10ാം ക്ലാസ് പരീക്ഷയാണ് വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ബോർഡിനെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെല്ലിൽ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ വെച്ച് ഇവർക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ പരീക്ഷ എഴുതാം എന്നുള്ളൊരു ഇളവ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് കോടതിയെ സമീപിക്കാം, വേണമെങ്കിൽ ജില്ലാ കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ തന്നെ ഇവർക്കൊരു അപ്പീലുമായി പോകാം. ഈ ശിക്ഷ ഇവരെ ഇതിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കൊപ്പം തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതായാലും അതിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 5 പേരാണ് നിലവിൽ ഇപ്പോൾ ഈ ഹോമിൽ മാറ്റി ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പേരുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം 5 പേർ മാത്രമല്ല, ആ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പുറത്തുവിട്ടതാണ്. ഒപ്പം ചില മൊബൈൽ ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഈ 5 പേർ മാത്രമല്ല 10ഓ 10ലധികമോ പേർ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാനുള്ളൊരു സാധ്യത കൂടി പോലീസ് നോക്കിക്കാണുന്നുണ്ട്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ആയുധം എടുത്തു വന്ന് ഒരു കുട്ടിയെ ഇങ്ങനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം മാത്രമല്ല, അവർ ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഇത് നടപ്പിലാക്കിയത്. അതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ വാട്സപ്പ് ചാറ്റുകളും ഇൻസ്റ്റഗ്രാം ചാറ്റുകളും. അതിലുള്ള ശബ്ദ സന്ദേശങ്ങൾ അതിനുള്ള തെളിവാണ്. ഷഹബാസിന് തന്നെ ഈ ആക്രമണത്തിന് ശേഷം ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളിൽ ഒരാൾ അയച്ച ശബ്ദ സന്ദേശം കൂടിയുണ്ട്. അതിൽ പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ അടിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഞങ്ങൾക്ക് നേരെ വന്നതുകൊണ്ടല്ലേ നിന്നെ അടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. അതൊരു കുറ്റസമ്മതം എന്ന രീതിയിൽ കൂടി ഈ വിദ്യാർത്ഥികൾ ഈ ഷഹബാസിനോട് നൽകിയ ശബ്ദ സന്ദേശത്തിലുണ്ട്. ഏതായാലും പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്ക് വരുമോ, ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ ഒരു വ്യക്തത വരും. ഗോകുൽ, അഭിജിത്ത്, ഷഹബാസിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് പങ്കുവച്ചത്. കട്ടിയേറിയ ആയുധം ഉപയോഗിച്ച് തലക്കടിച്ചു എന്നതാണ്. പോലീസിന്റെ സുരക്ഷയിൽ അല്ലെങ്കിൽ പോലീസിന്റെ കാവലിൽ, പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാമെന്നതാണ് ഇപ്പോൾ ജുവനൈൽ ബോർഡിന്റെ നിർദ്ദേശം. ഏതായാലും അവർക്കൊപ്പം പരീക്ഷ എഴുതേണ്ട ഷഹബാസിനെയാണ് കൊന്നില്ലാതാക്കിയത്. ആ ചോരയുടെ മണം അല്ലെങ്കിൽ ആ ചോരയുടെ പുറത്താണ് അവരിനി പരീക്ഷ എഴുതാൻ പോകുന്നത്.